ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ചിലരുണ്ടാവും നല്ല ഭംഗിയുള്ള പല്ലുകളായിരിക്കും, പക്ഷേ പല്ലിന് ഒരു യെല്ലോയിഷ് കളറായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ളവർ എന്നല്ല, പല്ല് നല്ല വൈറ്റ് കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പേസ്റ്റിന് പകരം വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ നല്ലൊരു ഹോം മെയ്ഡ് പേസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കണം, വെളിച്ചെണ്ണ. അതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം തന്നെ അളവിൽ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു പതഞ്ഞ് വരുന്ന ഒരു സൗണ്ട് ഉണ്ടാവും, അത് കുഴപ്പമില്ല. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം രാവിലെ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നതിന് പകരം ഇത് ഉപയോഗിച്ച് പല്ല് തേക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഇറക്കാൻ പാടില്ല കേട്ടോ, ഇറങ്ങിപ്പോകാൻ പാടില്ല. ഇത് കംപ്ലീറ്റ് തുപ്പിക്കളയണം. അപ്പോൾ ഇറങ്ങിപ്പോകാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുക ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പല്ല് നല്ല വൈറ്റ് കളറായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പായിരിക്കും. ഇനി ഡെയിലി തേക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ടൂത്ത് പേസ്റ്റിന് പകരം ഇത് ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പല്ലിൻ്റെ മഞ്ഞക്കറ മാറിയിട്ട് നല്ല വൈറ്റ് കളർ ടീത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും ഇനി ഒരുപാട് എൻ്റെ ചാനൽസിലുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.